അമ്മുകുട്ടീന്റെ കല്യാണത്തിന് നാളെ കുറിക്കാൻ നാളെ ജോലിസെറ്റിനടുത്ത് പോണം. ശരി, ആയിക്കോട്ടെ. മാത്രമല്ല ഒന്നിനും അമ്മു അമ്മു എന്താ പ്രശ്നം? ഒന്നുമില്ല ആന്റി, ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പതുക്കെ വന്ന് തൊട്ടതാ. എന്തിനാ അമ്മു ഒച്ച വെച്ചത്? നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എല്ലാം കേട്ടിട്ട് ചുമ്മാ മിണ്ടാതെ നിൽക്കുക. പറയൂ, ഞാൻ ഇനി എന്ത് ചെയ്യും? അമ്മുകുട്ടിക്ക് മുറപ്പേന കെട്ടാൻ ഇഷ്ടമില്ലേ? ഫോൺ അടിക്കുന്നു. ആരാണ് നോക്കമ്മു? നെപ്പോളിയൻ കാണിക്കുന്നേ. ഞാൻ പിന്നെ വിളിക്കാണ് പറ. മിസ്റ്റർ മാധവ് മേനോൻ ഇസ് ബിസി നൗ. പിന്നെ വിളിക്ക് സാറേ. എന്താ? അതെയോ? സത്യാണോ? നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായി. എന്ത്? നിങ്ങൾ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു അല്ലേ? നെപ്പോളിയൻ എന്റെ ഫ്രണ്ടാ. അവനെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചും നിങ്ങളുടെ ഊര് തൃശ്ശൂരാണെന്ന് പറഞ്ഞതും പച്ചക്കള്ളമല്ലേ? ട്രിവാൻഡ്രം അല്ലേ നിങ്ങളുടെ ഊര്? റോയൽ ഫാമിലിയാ? കേരള സിഎമ്മിന്റെ സിസ്റ്ററിന്റെ സണ്ണാണല്ലേ? പറയൂ. അത് പിന്നെ ശരിയാ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം വീട്ടുകാർ ആലോചിച്ചു, അത് പിടിക്കാതെ വീട് വിട്ടു വന്നു. ശരിയല്ലേ? ശരിയാണ്. എന്റെ സിറ്റുവേഷൻ അത് തന്നെയാ. എനിക്ക് നിങ്ങളോടൊരു കാര്യം നേരിട്ട് പറയാനുണ്ട്. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? പറയൂ മാധവ്. തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എവിടെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊണ്ടു. എനിക്ക് നിങ്ങളെ വേണം. എനിക്ക് കുറച്ച് ടൈം വേണം അമ്മു. എന്റെ ലൈഫിൽ ചിലത് പ്ലാൻ ചെയ്യാനുണ്ട്. നീ കല്യാണത്തിന് സമ്മതിക്ക്. തക്ക സമയത്ത് വന്ന് ഞാൻ എന്നെ കൊണ്ടുപോവാം. ഈ ഫോൺ നീ കയ്യിൽ വെച്ചോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. വരട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിയെ പോകാൻ പറ. ഭയപ്പെടണ്ട, ഞാൻ ഇപ്പൊ വരാം. ആളെ മാറിപ്പോയല്ലോ. എല്ലാം എന്റെ അമ്മൂന് വേണ്ടിയാ. കുറച്ചു നേരം കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞേനെ. ഇനി നമ്മൾ എങ്ങനെ പോവും? നിന്റെ ആഭരണമൊക്കെ ഇതിലിട്. ഈ ഡ്രസ് ഇട്ടിട്ട് വേഗം വാ. Oh!